ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ജയിൽ വരാനുണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ സ്പോർട്സിൻ്റെ കുറച്ച് സംഭവങ്ങളാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ചെയ്ത് നോക്കാനൊക്കെ അവസരം തരുമെന്ന് ഇങ്ങനെ എറിഞ്ഞ് നോക്കാം. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ മോനത് ചെയ്യാനായിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇതിൽ തട്ടാതെ പോകണം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇത്ര സെക്കൻഡിനകത്ത് വെച്ച് എത്ര ടാപ്പ് ചെയ്യുന്നു എന്നുള്ളത് അതും ഒരിതായിരുന്നു. അത് പർട്ടിക്കുലർ ഒരു ഡിസ്റ്റൻസിൽ വെച്ചാൽ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഹോക്കിയും കിട്ടിയ എല്ലാ ടോയ്സൊക്കെ എടുത്ത് വെച്ച് കളിക്കുമായിരുന്നു. ബോളും ബാറ്റും ഒക്കെ എടുത്ത് വെച്ച് കളിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ അറിയത്തൊന്നുമില്ല, എന്നാലും അവനിത് എന്തൊക്കെയോ ചെയ്യുകയാണ്. അങ്ങനെ ഈ സംഭവം അച്ഛൻ ചെയ്യാമെന്ന് വിചാരിച്ച് വന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ, ട്രൈ ചെയ്യാനായിട്ട്. പക്ഷെ ഇത് ആർക്കും കിട്ടുന്നത് കണ്ടില്ലായിരുന്നു. എവിടെയെങ്കിലും തട്ടുന്നുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാതെ കേട്ടോ. അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ട് അച്ഛൻ ചെയ്ത് നോക്കിയപ്പോഴും തട്ടിയിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ല. അത് ലാസ്റ്റ് വരെ ആരും എത്തിച്ചില്ല. അതിലൊരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, അതുവരെ എത്തിക്കുകയാണെങ്കിലും എന്തൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോൻ നല്ല സന്തോഷത്തിലാണ്, അവൻ എൻജോയ് ചെയ്യാണ് കണ്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഓരോരോ സ്റ്റോളുകൾ തന്നെയാണുള്ളത്. ഇവിടെ എത്തിയിട്ട് ഈ ഡ്രോണൊക്കെ മോന് വേണമെന്നായിരുന്നു ബഹളം. ആ ഡ്രോണൊക്കെ അവന് വേണം. പിന്നെ അതിനപ്പുറത്തൊരു ചിപ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ. അത് നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് അല്ല, നമ്മുടെ വാഴക്കയിലോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ചിപ്സായിരുന്നു. ഇവിടെ ഒരാൾ കണ്ടോ, ഈ ഡ്രോൺ വേണം, ഇത് തരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മളെങ്ങനെയൊക്കെയോ അവിടെ നിന്ന് വിളിച്ചിട്ട് പോയി, വേറെ ഒരു വഴി ഉണ്ടായില്ല. അവനിത് കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ നിന്നിരുന്നത്. ഫൈനലി നമ്മൾ വാങ്ങിയ ചിപ്സ് ഇതേ കഴിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. ഡ്രോണിൻ്റെ കാര്യം അവൻ മറന്നു. അങ്ങനെ നമ്മൾ ചിപ്സ് കഴിക്കുന്നത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പൊട്ടറ്റോ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊട്ടറ്റോ അല്ല, ഇത് വാഴക്കയിൽ ചെയ്താണ്. പിന്നെ ഇത് ഇവിടെ ഓഡിറ്റോറിയത്തിനകത്ത് കുറച്ച് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതേ വഴിയിൽ വന്നപ്പോഴത്തേക്കും പായസം കണ്ടു കേട്ടോ. പായസം കുടിക്കണമെന്ന് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കായിരുന്നു പായസം കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഒരു ബോളിയിൽ ഇച്ചിരി പായസം ഒഴിച്ച് വാങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്ന് കേട്ടോ. അങ്ങനെ ഒരു ബോളിയിൽ പായസം ഒഴിച്ച് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കഴിച്ചതിനേക്കാളും കൂടുതൽ ഈ ആശാനാണ് കഴിച്ച് തീർത്തത്. എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അവന് ഭയങ്കര ഇഷ്ടമാണ് ബോളിയും പായസവും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പായസമൊക്കെ അല്ലാണ്ട് ഇച്ചിരി ട്രൈ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് നമ്മളത് പൊക്കോണ്ടിരിക്കുകയാണ് അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. അങ്ങനെ വന്നപ്പോഴേക്കും അവന് നേരത്തേതിലേക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അത് വലിയവർക്കായുണ്ട്. ഇപ്പോൾ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യം എത്തി, അവനത് ചെയ്യുവാണ്. ആദ്യത്തേക്ക് പോയി, എന്നാൽ അവൻ അടുത്ത് വന്നിട്ട് നോക്കി കേട്ടോ. അങ്ങനെ അവന് ഇഷ്ടമുള്ള സ്പേസ് ആയിരുന്നു ഇത്. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഇവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നില്ലായിരുന്നു കേട്ടോ. അവിടത്തെ നിന്ന് ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. തിരിച്ചു വരാൻ നേരത്തിന് മടിയായിരുന്നു അവന്. കൊണ്ടുപോകാനായിട്ട് നന്നായിട്ട് പാടുപെട്ടു കേട്ടോ. പ്രത്യേകിച്ച് ആൻറ്റി നല്ല സ്നേഹമായിരുന്നപ്പോഴത്തേക്കും അവന് പിന്നെ അവിടെ ഇരുന്നാൽ മതി, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഓരോ വകുപ്പിൻ്റെത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ചെയ്ത് വെച്ചേ കുഞ്ഞു കാര്യങ്ങളും ഡെക്കർ ചെയ്ത് വെച്ചേക്കുന്നതും ഒക്കെയാണ്. പിന്നെ ഓരോ ഇതിൻ്റെ പേര് എഴുതിയിട്ട് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും അതേപ്പറ്റിയൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പോയിട്ട് തന്നെ ഈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട് കാർവിങ്, വെജിറ്റബിൾ കാർവിങ്ങൊക്കെ അതങ്ങോട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നത്. പിന്നെ ഞാനിത് ഓരോന്നായിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. വായിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. വായിക്കാൻ പറ്റുമെങ്കിൽ പോസ് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ. വായിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് കാര്യങ്ങൾ തന്നെയായിരിക്കാം, എന്നാലും ഞാൻ വെറുതെ ഒന്ന് എടുത്തതായിരുന്നു.
എനിക്ക് ഇങ്ങനത്തെ കാർവിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ടായിരുന്നു. അത് ഓരോന്നും ഓരോ ഐറ്റംസ്, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ അവൻ്റെ സ്പോട്ടിലിരുന്ന് അവൻ്റെ പണി ചെയ്യുകയാണ്. ഇവിടെ പസിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ 1 2 3 20 വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവൻ അത്യാവശ്യം ചെയ്യാനറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനോട് കറക്റ്റായിട്ട് ചെയ്ത് വെക്കാൻ പറയുമായിരുന്നു. അപ്പോഴത്തേക്കും ആ പസിലിൻ്റെ അവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ കളിച്ചു കേട്ടോ. എന്നിട്ടാണ് ഈ ഇപ്പുറത്ത് 1 2 3 വന്നത്. അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ചെയ്തു. ചിലതൊക്കെ നമ്പേഴ്സ് കാണുന്നില്ല, മിസ്സിങ്, പിന്നെ അതെടുത്ത് വയ്ക്കുമ്പം ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. എന്നാലും ചെയ്തു കേട്ടോ. അവന് പസിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പറ്റിയില്ല, പസിൽ കംപ്ലീറ്റ് ആക്കിയില്ല. അല്ലാണ്ട് 1 2 3 എന്ന് പറഞ്ഞാൽ ആ ഒരു ബോർഡുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആക്കുന്നുണ്ടായിരുന്നു. കണ്ടോ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടോ? ഓരോന്ന് ചെയ്തിട്ട് ഓരോരോ എക്സ്പ്രഷൻ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, അവൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയ സംഭവം ഇതായിരുന്നു. പിന്നെ ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ സ്കൂളുകളിലൊക്കെ പോയിട്ടുള്ളപ്പോൾ ഇവൻ്റെ സ്കൂളിൽ എക്സിബിഷൻ നടക്കുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഇവിടെ നിന്ന് ബലൂൺ കിട്ടുന്നുണ്ടായിരുന്നു, അത് വേണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു കേട്ടോ. എന്നിട്ടവൻ 2 ബലൂൺ കിട്ടി അവന്. അത് ആരുടെയോ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ 2 ബലൂൺ കിട്ടി. അടുത്തത് കേരള വനം വകുപ്പ് എന്നുള്ളതിനകത്ത് എൻട്രി ചെയ്തു. ഈ എൻട്രി ചെയ്തു ഇതിനകത്തേ കണ്ടോ പുല്ലും ഇതൊക്കെ വെച്ചേക്കുമല്ലേ. ഇവൻ്റെ ബലൂൺ അതിൽ തട്ടി പൊട്ടിപ്പോയി. കുറച്ച് നേരം പിന്നെ കരച്ചിലായിരുന്നു, ഭയങ്കര ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരത് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല ഐഡിയ, ഭംഗിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേതോ ഒരു പുല്ലിൽ തട്ടിയിട്ടാണ് അവൻ്റെ ബലൂണ് പൊട്ടിപ്പോയത്. പിന്നെ നമുക്ക് വേറെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ നടന്ന് അകത്തോട്ട് പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ഓരോ മോഡലുകൾ ചെയ്ത് വെച്ചേക്കാണ്. ഇത് തൊടാനൊക്കെ അവൻ ബഹളം ഉണ്ടാക്കി. പിന്നെ ഞാൻ സമ്മതിച്ചില്ല, തൊടരുതെന്നൊക്കെ പറഞ്ഞു. കണ്ട് എന്നാലൊക്കെ തൊട്ട് നോക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ പിടിച്ച് മാറ്റുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനെ മോഡലൊക്കെ കാണുമ്പോൾ തൊടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മുടെ വലിയ സംഭവത്തിൻ്റെ മിനിയേച്ചർ വേർഷൻ കാണുമ്പോഴത്തേക്കും ഒരു ആകാംക്ഷയല്ലേ, അത് തന്നെയാണ് അവനും ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഹാർബറാണ് കേട്ടോ. ഹാർബറിൻ്റെ കാര്യമാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് കേട്ടോ. എഫ്ലുവൻ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ചെയ്തു വെച്ചേക്കുന്നത്.
അങ്ങനെ നമ്മൾ മോഡലുകളൊക്കെ കണ്ടിട്ട് വന്ന് ഒരിടത്ത് എത്തിയപ്പോഴത്തേക്കും കണ്ടോ ഒരു ഗ്രീൻ സ്ക്രീനൊക്കെ വെച്ചിട്ട് സംഭവം. ഇത് മോൻ അതിനകത്ത് കയറുന്ന ചാടി കളിച്ചതാണ്. ഒരു ഗ്രീൻ സ്ക്രീൻ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതുണ്ടോ അവനവിടെ ചാടി കളിക്കാം. ശരി, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലായിരിക്കും. സീപ്ലെയിൻ പദ്ധതിയിലൂടെ കേരളം ഇനി സംസ്ഥാനത്തെ വിനോദസഞ്ചാരത്തിന് ദൂരങ്ങൾ തടസ്സമാകില്ല. സമയം പണമാകുന്ന കാലത്ത് കൊച്ചി ബോൾഗാട്ടിയിൽ നിന്ന് മൂന്നാർ മാട്ടുപ്പെട്ടിയിലെത്താൻ അരമണിക്കൂർ മാത്രം. കടലും കായലും പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പും കമ്പളം വിരിച്ച കേരളത്തിന്റെ ആകാശക്കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര. കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത വാട്ടർ മെട്രോ പദ്ധതി നമ്മുടെ കേരളത്തിന് സ്വന്തമായിട്ട് 3.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ പൊതുഗതാഗത ചരിത്രത്തിലെ പുതിയ അധ്യായമാണ് വാട്ടർ മെട്രോ പദ്ധതി. പരിസ്ഥിതി സൗഹാർദ്ദമായ ഗതാഗതത്തിലൂടെ 35 ലക്ഷത്തിലധികം ആളുകളുടെ യാത്രകളാണ് വാട്ടർ മെട്രോ എളുപ്പമാക്കിയിരിക്കുന്നത്. കൊച്ചി മെട്രോയുമായും നഗരത്തിലെ മറ്റ് ഗതാഗത മാർഗങ്ങളുമായും സംയോജിപ്പിച്ച് നഗരജീവിതത്തിന്റെ മുഖച്ഛായ തന്നെ വാട്ടർ മെട്രോ മാറ്റുന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകൾ മഹാനഗരത്തിന്റെ വളർച്ചയുടെ ഭാഗമാകുന്നു. ഒരിക്കലും നടക്കില്ലെന്നുറപ്പിച്ച ദേശീയപാത വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദേശീയപാത വികസനം കേരളത്തിന്റെ യാത്രാപഥങ്ങളിലെ പുറത്തോട്ടിറങ്ങി അപ്പോഴേക്കും ഇവിടെ ഒരു കാത്തു എന്ന് പറയുന്ന ഒരു കാക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. വേസ്റ്റിലൊന്നൊക്കെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. അവന് ഇതെല്ലാം വേണം എന്നുള്ള ചിന്തയായിരുന്നു മോന്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ ഇങ്ങനത്തെ കാണുമ്പോഴത്തേക്കാണ് ഇഷ്ടം. ഇതിനകത്ത് കയറണം, അവിടെ ഇരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഓരോന്നുണ്ടാക്കി ചെയ്യുന്നല്ലോ. അതൊക്കെ അവനിപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇപ്പം കുഴപ്പമില്ല. അത് അത്യാവശ്യം അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ ഒരു ഇത് വെച്ചേക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കല്ലുകളിലിട്ട് ഫിൽട്ടർ ചെയ്യുന്നത്, ഫിൽട്ടർ ചെയ്ത് വെള്ളം അങ്ങനെ വരുന്നതെന്നുണ്ടല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലായിരുന്നു. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു സീ വാളിൻ്റെ മോഡലാണ്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനകത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് എന്തോ കാണുന്നുണ്ട്. എന്തോന്ന് ഞാൻ ഓർക്കുന്നില്ല. മീനെങ്ങാണ്ടോ ആണോ അതോ വെള്ളമാണോ എന്തോന്ന് അറിയത്തില്ല. എന്തായാലും അവൻ എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പറഞ്ഞു, ഞാനത് മറന്നുപോയി എന്താണെന്നുള്ളത്. പിന്നെ ഇതൊരു ഓൾറെഡി ചെയ്ത ഒരു മോഡലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. എന്നുവെച്ചാൽ ഗ്രാവിറ്റി കാരണം വെള്ളം ഇതിനകത്തില്ലേ ഇതുപോലെ പാറ അല്ലെങ്കിൽ മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തെ ഗ്രാവിറ്റി വെച്ചിട്ട്
നമുക്ക് താഴോട്ടെടുക്കാം, നമ്മുടെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിനൊക്കെ എടുക്കാം. ആ ഒരു സംഭവം കാട്ടാക്കടയുടെ അടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് അത് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഓരോ മണ്ണ് സാമ്പിൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഇത് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്തത് ഇവിടെ ഒരു ബസ്സിൻ്റെ മോഡൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മോനിത് കയറുവാണ്. അവന് ഇങ്ങനെ ഇതുപോലെ സ്റ്റിയറിംഗ് കറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ കയറി ഇരുന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ബെല്ലടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, ബെല്ലടിച്ചൊക്കെ കളിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന്. അവനെന്തായാലും നല്ല ഹാപ്പിയായി. പക്ഷെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വരാനാണ് പാട്. നമുക്ക് കയറ്റി ഇരുത്താൻ കുഴപ്പമില്ല, പക്ഷേ അവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വരത്തില്ല, അതാ കാര്യം. താഴോട്ട് ഫുഡ് കോർട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇത് അടുത്തൊരു സംഭവം, നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വെയിറ്റ് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്കെന്തോ സമ്മാനം കിട്ടും. അതായിരുന്നു. പക്ഷെ ഞാനവിടെ നിന്ന സമയത്ത് ആരും കറക്റ്റായിട്ട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കാണാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ടോ, ഇത് ഫിഷറീസ് വകുപ്പിൻ്റെയാണ്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ മൃഗസംരക്ഷണ വകുപ്പ് അങ്ങനെ എങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇവിടെ വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ മൃഗങ്ങളെന്നത് പറയാൻ പറ്റത്തില്ല, മൃഗങ്ങളായിട്ടൊന്നും ഇല്ല, അല്ലാണ്ടുള്ള കുഞ്ഞു ഐറ്റംസൊക്കെ ഇല്ലേ, അവരൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞു ലവ് ബേർഡ്സ്, അതുപോലെയുള്ള പൂച്ച, വെറൈറ്റി ഇനം കോഴികളൊക്കെ, അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട വിരിയുന്നത്, നമ്മൾ കോഴി അടയിരിക്കാണ്ട് തന്നെ മുട്ട വിരിയത്തില്ലേ മറ്റേ ഇൻക്യുബേറ്ററിൽ വെച്ച്, അതൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, തത്തയൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത് നമ്മൾ കണ്ടതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ആനയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. തോക്ക്, വടി, പിന്നെ തോട്ടി, അതുപോലെ തന്നെ ആനയ്ക്ക് ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, ഇത് ഉത്സവങ്ങളൊക്കെ വരുമ്പം അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് അച്ഛനൊരു ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ആ കയ്യിലിരിക്കുന്നത്. അടുത്ത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടു കേട്ടോ. മറ്റേ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചതാണെന്ന് തോന്നുന്നു, ലൈറ്റിൻ്റെ കീഴിലാണ് ഇട്ടേക്കുന്നത്. അപ്പം മോൻ അങ്ങനെ കയ്യിലെടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്തു. പക്ഷെ അത് കയ്യിൽ അങ്ങനെ ഫുള്ള് വെച്ച് കൊടുത്തില്ല, താഴെ വീണാലോ എന്ന് വെച്ചിട്ടേ ഞാൻ ജസ്റ്റ് അവനെ ടച്ച് ചെയ്യാനൊക്കെ കൊടുത്തിരുന്നു. വീഡിയോ എടുത്തെടുത്ത് കുറേ ആയി കേട്ടോ ലാസ്റ്റ്. കാര്യം ഒരുപാട് കാണാൻ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, ഇവിടെ പലതരം വാഴ പിന്നെ അങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാത്തിലും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാനായിട്ട്.
അങ്ങനെ ദേ എനിക്ക് തോന്നുന്നു ഇവിടെ പാട്ടെങ്ങാണ്ട് ഇട്ടിരുന്നെന്ന് തോന്നുന്നു. ഒരാൾ ഭയങ്കര തുള്ളലായിരുന്നു കേട്ടോ. ഇങ്ങനെ ദേ ഹാൻഡ് മെയ്ഡായിട്ടുള്ള സംഭവങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ്. അത് കഴിഞ്ഞിട്ട് ദേ ഫുഡ് കോർട്ടിലോട്ട് പോവാണ്. ഉച്ചയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴും തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. അതുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ജസ്റ്റ് ഞങ്ങൾ കപ്പയും മീൻകറിയും പിന്നെ ഇച്ചിരി ചമ്മന്തിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും കഴിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. മോൻ എന്തായാലും എൻജോയ് ചെയ്തു, അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടു. എക്സ്പോ എന്ന് പറയുന്നത് ആ മേള നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുന്നെങ്കിൽ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക കേട്ടോ. അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണേ.